കാല് മടക്കിക്കേ. എന്തേ നിങ്ങൾ എങ്ങനെയുണ്ട്? എന്താ വെച്ച് വന്നേ? നട്ടലിൻ്റെ വേദന. എന്താ കുറവുണ്ടാവും? കുറഞ്ഞല്ലേ? നിങ്ങളെവിടെ സ്ഥലം? ഇവിടെ തന്നെയാണ്. എന്തായിട്ട് വന്നേ? ഞാൻ എൻ്റെ വിരല് ഇങ്ങനെ കുറേ ഒരു 2 കൊല്ലത്തോളമായി ഇതിങ്ങനെ ആയിട്ട്. ഇപ്പോൾ ഏറെക്കുറെ കഴിഞ്ഞപ്പോൾ ഒരു മാറ്റം തോന്നിയില്ലേ? നല്ല മാറ്റം തന്നെയാണ്. നമ്മളൊരു നീലാഞ്ചേരി സ്കൂളിൻ്റെ കോമ്പൗണ്ടിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു പരസ്യങ്ങളെ കണ്ടിരുന്നു, ഇടിവെട്ട് തൈലം നീലാഞ്ചേരിയിൽ വരുന്നു എന്ന്. ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്തു, ഒരുപാട് ആളുകൾ വന്നു, ഒരുപാട് ആളുകൾക്ക് രോഗം മാറി, വേദനകളും കാലും മടങ്ങാത്ത കൈകളൊക്കെ നിർത്തുന്നു, അതുപോലെ തന്നെ ഊരൻ്റെയൊക്കെ വേദനയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച, ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെയും തന്നെ 400 ചില്ലാനം ആളുകൾ വന്നു, ഇന്നും വന്നു 400-ൻ്റെ അടുത്ത ആളുകൾ ഇന്നും വന്നു. അപ്പം എന്നത് ഉസ്താദിനോടുള്ള ഒരു ബൈറ്റും അതുപോലെ തന്നെ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ചികിത്സാ രീതി, അതിനപ്പുറത്ത് നമുക്ക് നീലാഞ്ചേരിയിലെ ഒരു ഉസ്താദ് വാപ്പുസ്താദ് നമുക്കറിയാം, നമ്മൾ കരുവാരക്കുണ്ടിലൂടെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോയിക്കാണ്ട് ഇടിവെട്ട് തൈലം കൊടുക്കാണ്ട് ഇറങ്ങാണ്ട് ഇങ്ങനെ ചെറിയൊരു ബോക്സും വെച്ച് നിൽക്കലുണ്ട്. അപ്പം അദ്ദേഹം ഒറിജിനലാണ്. നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിരുന്നു ഇത് ഒറിജിനലാണോ എന്ന് വരെ ആളുകൾ ചോദിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒറിജിനൽ പുറത്ത് കൊടുക്കൂല. പക്ഷെ നമ്മുടെ ഈ ഒരു ജാഫർ കുട്ടി ഉസ്താദ് പറയുന്നുണ്ട് നമ്മുടെ ഇയാളടുത്ത് ഉള്ളത് എന്നുള്ളത്. എന്തായാലും നമുക്ക് ഉസ്താദിൻ്റെ പേര്, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വിൽക്കുന്ന നമ്മുടെ ആ വാപ്പൂലിയുടെ കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. തിരിഞ്ഞെടുത്ത് നിങ്ങൾ സ്വന്തം തിരിഞ്ഞെടുക്കുക. ആരെ സപ്പോർട്ട് ചെയ്യണം? മലർന്നാളി ഇപ്പം തിരിഞ്ഞെടുക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. ഒന്ന് റിലാക്സ് ചെയ്ത് ഓട്ടോമാറ്റിക് കാല് വന്നിട്ടാണ് കൊഞ്ചോളി ബലം വരുന്നുണ്ട്. ബലം വരുമ്പോൾ വിറയിൽ വരും. കൊടുക്കരുത്, കളിക്കാൻ പാടില്ല. മൈനസ് ചെയ്ത് വേണമെന്ന് മൈനസ് ആക്കാം കേട്ടോ. കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നേ പദ്ധതി കൂടുതലാണ്. സെല്ല് മാത്രമേ അടിക്കാവൂ. മൈനസ് ശരിയൊക്കെ അല്ലേ?
കാല് മടക്കി നോക്കിയാ അങ്ങോട്ട് മാറി കുമ്പിട്ട് കുമ്പിട് നല്ലപോലെ കുമ്പിട നിലത്ത് മുട്ടിട്ട കൈ ഇത് പറഞ്ഞാണ്ട് ഇപ്പൊ കുമ്പിട്ടില്ലേ കുഴപ്പമില്ലല്ലോ മാറിയില്ലേ ഇരുന്നോണ്ടി ഇരുന്ന കുട്ടിയോടെ അങ്ങനെ എഴുന്നേക്കുമ്പോ ഇവിടെ തട്ടാണ് അങ്ങോട്ട് നീങ്ങുന്നോളി ഇരുന്നോണ്ടി ഇരുന്നോളി ഇപ്പൊ ബാത്റൂമിലേക്കാണ് കടിയില്ലേ തന്നെ ഇരുന്നോളൂ ഇപ്പം ഊരയിലെ മറിഞ്ഞില്ലേ ഇപ്പം പെയിൻ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ കിഴി കൊടുക്കണം കേട്ടോ 15 ദിവസം മുടങ്ങാൻ പാടില്ല 15 ദിവസത്തേക്കുള്ള തയ്യൽ വാങ്ങിച്ചോ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞ റമദാനിൽ മാത്രമേ ഇനി അവധിയാണ് ആവശ്യത്തിന് തൈലം 10-25 തൈലം വെച്ചിട്ട് വയ്ക്കും അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജാഫർ കുറുക്കൽ, കായംകുളമാണ്. മലപ്പുറം ജില്ലയിൽ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരിപൂർണമായിട്ട് ഞങ്ങൾ ഔഷധങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. ബാപ്പു എന്ന് പറയപ്പെടുന്ന ഒരു ചങ്ങായിയാണ്. നമ്മളുടെ അറിവിലും വിശ്വാസത്തിലും കൊടുക്കുന്ന യാതൊരു കൃത്രിമവും ഇല്ലാതെ. പക്ഷേ നമ്മുടെ വിലയിൽ മൂപ്പർക്ക് കൊടുക്കാൻ അത് കഴിയില്ല. നിങ്ങളൊരു ബോട്ടിൽ വാങ്ങാൻ വേണ്ടിയിട്ട് 100 ഉറുപ്പ്യക്ക് എൻ്റെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ 1000 ഉറുപ്പ്യ മുടക്കാം. ഒരു 150 ഉറുപ്പ്യ കൊടുത്തു കഴിയുകയാണെങ്കിൽ ബാപ്പുവിൻ്റെ ഈ സാധനം ഒറിജിനലായിട്ട് കൃത്രിമവും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ അൽഹംദുലില്ലാ ഞാനൊന്ന് അനുഗ്രഹിച്ചു കൊടുത്ത് എൻ്റെ ബോട്ടോയും മറ്റ് വിധത്തിലുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ട് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് മൂപ്പര് ഔഷധങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വിശ്വാസമായിട്ട് നിങ്ങൾക്കത് വാങ്ങിക്കാം. എന്തെങ്കിലും ഒരു പരാതി നിങ്ങൾക്കുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പരറിയാതെ എന്നെ വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. ആര്? ഈ വിശ്വസ്തനായ നിങ്ങൾക്ക് തരുന്ന വ്യക്തി പോലും അറിയാതെ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അതാണ് ഏറ്റവും രീതിയിലുള്ള കാര്യാദികൾ. എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ക്യാമ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ അത് റാഹത്താണ്. ഇനി ഈ മാസം അതായത് റമളാൻ പ്രമാണിച്ച് 30 ദിവസം അവധിയായിരിക്കും. അതെല്ലാവരും സഹകരിക്കണം. അൽഹംദുലില്ലാ ഇനിയിപ്പോൾ ഞാൻ നിസ്കരിക്കാനുള്ള പള്ളിയൊക്കെ നമ്മളവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഞാനൊരു ക്യാമ്പ്, എന്താണ് സ്ഥലത്തിൻ്റെ പേര്, ഇലാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ക്യാമ്പ് നടത്തി. അവർക്ക് കുറച്ച് മുസല്ലയൊക്കെ തന്നു. അൽഹംദുലില്ലാ അത് റാഹത്തായിട്ട് നമ്മൾക്ക് വാങ്ങി അവരുടെ എല്ലാ മുറാദുകളൊക്കെ ആയസിലാക്കി കൊടുക്കട്ടെ. നമ്മളോടൊത്ത് സഹകരിച്ചിട്ടുള്ള ഈ പഞ്ചായത്തിൻ്റെ എല്ലാ ഭാരവാഹികളും എല്ലാ സംഘാടകരും ഇവിടുത്തെ നാട്ടുകാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദാനത്തിലും ധർമ്മത്തിലും ഹദറത്തിലുമുള്ള ശിഫയത്ത് എല്ലാവർക്കും പ്രകാശം ചെയ്ത് ഐശ്വര്യപൂർണ്ണമാക്കി തരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വരുന്ന റമളാൻ മാസം പൂർത്തീകരിക്കാൻ ശരീരത്തിന് ദീർഘായുസ്സും ആരോഗ്യവും പൂർത്തീകരിക്കുവാൻ അള്ളാഹു പരിപൂർണമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അൽഹംദുലില്ലാ ഈ അവസരം നിങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇടിവെട്ട് തൈലം ഉസ്താദ് നമ്മുടെ ജാഫർ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ കേട്ടു. അതോടൊപ്പം തന്നെ ചികിത്സയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമ്മുടെ വാപ്പുസ്താദ് ശരിക്കും വരുന്നതാണ് റഷീദ് അഷ്റഫി. അപ്പോൾ എന്തായാലും വാപ്പുസ്താദ് മൂപ്പര് അറിയുള്ളത് നീലാഞ്ചേരിയിലാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ വെച്ചാൽ ഈ മൂപ്പര് എവിടെയെങ്കിലൊക്കെ നിങ്ങൾ ഇരിക്കുമ്പോൾ പൊതുവെ ആളുകൾ പറഞ്ഞിരുന്നു ഇതിപ്പോൾ ഒറിജിനൽ തൈലല്ല അറിഞ്ഞു. അപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾക്ക് ഇത് ആശ്വാസം കിട്ടിപ്പോടെ. എന്ത് കാരണത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്താനുള്ള കാരണം? എങ്ങനെയാണ് ഇയാൾ ഇവിടെ വന്നത്? നമ്മളിങ്ങനെ കരുവാര കൊണ്ട് അതുപോലെ കാളികാവ്, തുവ്വൂര്, പൂക്കോട്ടുംപാടം, അതുപോലെ പാണ്ടിക്കാടെന്ന് ഇതുപോലത്തെ പട്ടണങ്ങളിൽ ഈ തൈലം എത്തിച്ചു കൊടുക്കുമ്പോ ചന്തകളിലൊക്കെ ഇത് കൊടുക്കലുണ്ട്. അപ്പൊ ഓരോ ആളുകളും കായംകുളത്ത് ഉസ്താദിന്റെ അടുത്ത് പോകുന്ന ആളുകള് ഇയാളെ നമ്മൾ ഉസ്താദിനെ നമ്മുടെ നാട്ടില് കരുവാരുണ്ട് കാളികാവ് ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവന്നാൽ വളരെ നന്നായിരുന്നു എന്ന് ആളുകൾ എപ്പോഴും പറയും. അപ്പൊ അങ്ങനെ ഉസ്താദിനെ ബന്ധപ്പെട്ടപ്പോ ഉസ്താദ് അങ്ങനെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് നല്ലൊരു കാര്യമായി നാട്ടിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും രോഗം ശുശ്രൂഷിച്ച് അത് അവിടെ ബന്ധപ്പെട്ട ആളുകൾക്ക് നല്ലൊരു കാര്യമായി എന്നുള്ള ഞാനിതിൽ നമ്മളൊരു സഹോദരന് നമ്മുടെ ഒരു അനിയന് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ തലക്ക് സർജറി കഴിഞ്ഞിട്ട് അതിൽ തളർന്നു.
അപ്പോൾ അത് ഇന്നിപ്പോൾ ഉസ്താദ് നോക്കി അതിൻ്റെ മർമ്മവും കാര്യങ്ങളും ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എടുത്ത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ മനസ്സിനും സന്തോഷം. അതിലോടൊപ്പം നമുക്കൊക്കെ ചെറിയൊരു അസുഖങ്ങൾ വരുമ്പോഴത്തേന് നമ്മൾ വെജ്ജ ചെറിയൊരു തലവേദന എനിക്ക് വയ്യ എനിക്ക് തലവേദന എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഈ അവസ്ഥകളൊക്കെ ഇങ്ങനത്തോടത്തൊക്കെ വന്ന് കാണണം. എന്തായാലും ഈ നാട്ടുകാർക്ക് നമ്മുടെ ഈ കരുവാരകുണ്ടിൽ ഈ ഒരു നീലാഞ്ചേരി അല്ലെ, നീലാഞ്ചേരി തൂവൂർ പഞ്ചായത്തിലത് തൂവൂർ പഞ്ചായത്തിൽപ്പെട്ട ഈ നീലാഞ്ചേരി സ്കൂളിൽ നമ്മുടെ ഈ ഒരു ഉസ്താദിനെ കൊടുന്ന പങ്ക് ഏതായാലും ആ ഒരു പ്രാർത്ഥനകൾക്ക് നാട്ടുകാരിൽ നിന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഇനി എന്തെങ്കിലും പറയാനുള്ളത്? ഈ തൈലം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും ഇത് കൊറിയറായി അയച്ചു കൊടുക്കും, എത്തിക്കും. ഉസ്താദ് അത് 150-നാണ് ഇന്നിവിടെ ക്യാമ്പിൽ കൊടുത്തത്. അപ്പൊ അത് 180-ന് 80 എന്തായാലും അവിടെ പോയി കൊണ്ടുവരണം. അതിന് കൊടുക്കാനാണ് ഉസ്താദ് ഇന്ന് വീഡിയോയിൽ പറഞ്ഞു. അതിന് തന്നെയാണ് ഞാൻ മുമ്പും കൊടുത്തിരുന്നത്. ഇൻഷാ അല്ലാഹ് അത് എവിടെയും ആർക്കും എത്തിച്ചു കൊടുക്കും. അപ്പൊ എന്തായാലും ഉസ്താദിന്റെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും കാര്യങ്ങളോ മറ്റ് സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഈ ബോർഡിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അതുപോലെ തന്നെ തൈലത്തിന് ആവശ്യമുള്ളവർക്ക് എവിടെയാണെങ്കിലും കൊറിയർ ഈ ഒരു നമ്പറിൽ, വാട്സപ്പ് നമ്പർ, ഗൂഗിൾ നമ്പർ ഒക്കെ ഉള്ള ഒരു നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കുക.